വെൽക്കം ബാക്ക് ടു CS ചാപ്റ്റേഴ്സ്. അപ്പം നമ്മളിന്നിവിടെ നോക്കുന്നത് S3 ഡാറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കാണുക. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാനിടുന്ന ഇനി ഓരോ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിലോട്ട് പോവാം. മെഷർമെൻറ്റ്സ് വെച്ചാൽ എന്താ, അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഇസ് ഇറ്റ് കറക്റ്റ് ഓർ ഇസ് ഇറ്റ് റീഡബിൾ. നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് കറക്റ്റാണോ, ഓക്കെ, ഇതാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് നമുക്ക് സ്പേസ് കോംപ്ലക്സിറ്റിയും ടൈം കോംപ്ലക്സിറ്റിയും. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോറേജ് നമുക്ക് എത്ര ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഇനിഷ്യലൈസേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സ്റ്റോർ ചെയ്യാൻ പോവാണ്, അതിനവിടെ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടോ. അതുപോലെ അത് ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും, അതൊക്കെ കൂടി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര ടൈം വരും, അതാണ് ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് നോക്കാം. സ്പേസ് കോംപ്ലക്സിറ്റി ഇസ് ഈക്വൽ ടു സം ഓഫ് ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ് പ്ലസ് വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്സ്. ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇൻപുട്ട്സ് ആൻഡ് ഔട്ട്പുട്ട്സ്. ഇൻപുട്ട്സിൻ്റെയും ഔട്ട്പുട്ട്സിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അല്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഔട്ട്പുട്ടായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതായത് ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സ്പേസ് അല്ലെങ്കിൽ സിമ്പിൾ വേരിയബിൾസിനുള്ള സ്പേസ്, അതുപോലെ കോൺസ്റ്റൻസ്, അങ്ങനെയുള്ളതൊക്കെയാണ് ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ് പറയുന്നത്. അടുത്ത വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്പർ, സൈസ്, വാല്യൂസ്, ഇതൊക്കെയാണ് വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്സ്. ഫോമൽ പാരാമീറ്റേഴ്സ്, റിട്ടേൺ അഡ്രസ്സ്, അങ്ങനെ ഇതൊക്കെയാണ് വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്സും. ഇൻസ്ട്രക്ഷൻ സ്പേസ്, സ്പേസ് ഫോർ സിമ്പിൾ വേരിയബിൾസ്, ഇതൊക്കെയാണ് ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സ്പേസ് കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെ? ഫിക്സഡ് സ്പേസ് റിക്വയർമെൻറ്റ്സ് പ്ലസ് വേരിയബിൾ സ്പേസ് റിക്വയർമെൻറ്റ്സ്. അടുത്തതാണ് ടൈം കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പൈൽ ടൈം പ്ലസ് റൺ ടൈമാണ്. നമ്മൾ കണ്ടുപിടിക്കുന്നതിൻ്റെ എന്താ, എത്ര ടൈമാണ്, അല്ല എത്രയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടിങ് ചെയ്യാനുള്ള ടൈം എന്നുള്ളതാണ്. ഓക്കെ, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അത് സിൻറ്റാക്സിലിയും സെമാൻറ്റിക്കലിയും മീനിങ് ഫുള്ളായിരിക്കണം. ഓക്കെ, ഇനി നമ്മളിതിനെ കണ്ടുപിടിക്കാൻ പോകുന്നത് സ്റ്റെപ്പ് കൗണ്ടാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയും. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ഒന്ന് ടാബുലാർ മെത്തേഡും ഒന്ന് മെട്രിക്സ് അഡീഷനും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് നോക്കാം, ടാബുലാർ മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഒരു കോഡ് വന്നിട്ടുണ്ട്. float sum, float list array, comma int n, curly, float temp sum equal to 0, int I, for I equal to 0, I less than n, I plus plus, temp sum plus is equal to list I, return temp sum, curly. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നൊരു ഫങ്ഷൻ തുടങ്ങുന്നതിൻ്റെ ഒരു ഇനീഷ്യലൈസേഷനാണ് അല്ലേ. ഇനീഷ്യലൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി കൊടുക്കേണ്ടത് 0 ആണ്. ഓക്കെ, കേളി ആണെങ്കിൽ ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ സെക്കൻഡ് നോക്കുക, അതെന്താ, ഒരു അസൈനിങ് ആണ് അല്ലേ. ഫ്ലോട്ട് ടെംസം എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ടെംസം എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് 0 നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇൻറ്റ് ഐ, അവിടെ എന്താ അസൈനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഇനീഷ്യലൈസേഷനാണ്. അപ്പോൾ നമുക്ക് ഫ്രീക്വൻസി 0 കൊടുക്കാം. അടുത്തതെന്ന് വെച്ചാൽ ഒരു ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പ് ആണെങ്കിൽ നമ്മൾ കൗണ്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ലിമിറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ലിമിറ്റ് എന്താ, I ലെസ് ദാൻ n ആണ്. അപ്പോൾ നമ്മൾ കൗണ്ട് കൊടുക്കുമ്പോൾ n+1 കൊടുക്കണം. അത് കഴിഞ്ഞ് ഫോർ ലൂപ്പിനകത്ത് തന്നെയാണ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതെന്താ, അതൊരു അസൈനിങ് ആണ്. അപ്പോൾ നമുക്കവിടെ വാല്യൂ കൊടുത്തേ പറ്റൂ. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പിൻ്റെ ലിമിറ്റ് വേണം കൊടുക്കാൻ. അപ്പം n എന്ന് പറഞ്ഞ് കൊടുക്കണം. അടുത്ത റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിന് നമ്മൾ 1 എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ 1 എന്തിനൊക്കെ കൊടുക്കേണ്ടത്, റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിനും അസൈനിങ്ങിനും. ഫോർ ലൂപ്പ് ആണെങ്കിൽ ലിമിറ്റ് +1, അതിനകത്തുള്ള അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫോർ ലൂപ്പിൻ്റെ ലിമിറ്റ് എന്തോ അതാണ് കൊടുക്കേണ്ടത്. കേളി ആയതുകൊണ്ട് 0. ഇനി എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 2n+3 കിട്ടും. അതാണ് ഈ കോഡിൻ്റെ ഫ്രീക്വൻസി കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് മെട്രിക്സ് അഡീഷൻ എന്ന് പറയുന്നത്. ഇതും ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഐഡിയ. ഇപ്പോൾ ഇവിടെ ഒരു മെട്രിക്സ് കൊടുത്തിട്ടുണ്ട്. വോയിഡ് ആഡ് ഇൻറ്റ് എ മാക്സ് സൈസ്
int ij for I equal to 0, I less than rho I plus plus. For j equal to 0, j less than calls j plus plus, cij equal to aij plus bij curly. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഇനീഷ്യലൈസേഷൻ ആയതുകൊണ്ട് തന്നെ 0 കൊടുത്തു, കേളി അടുത്ത് 0 കൊടുത്തു, അടുത്ത് ഇൻറ്റ് ഐ ജെ ജസ്റ്റ് ഇനീഷ്യലൈസേഷനാണ് 0 കൊടുത്തു. അടുത്ത് നമ്മുടെ ലൂപ്പ് വന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ റോ ആണ് ലിമിറ്റ്, ഐ ലെസ് ദാൻ റോ അല്ലേ, അപ്പോൾ റോ പ്ലസ് 1 കൊടുത്തു. ഇവിടെ റോസ് എഴുതിയത് മിസ്റ്റേക്ക് ആട്ടോ, റോ പ്ലസ് 1. അടുത്തത് നോക്കുമ്പോൾ പിന്നെയും ഫോർ ലൂപ്പാണ്, അപ്പോൾ ഒരു ഫോർ ലൂപ്പിനകത്ത് പിന്നെയൊരു ഫോർ ലൂപ്പ് വന്ന് നമ്മൾ ആദ്യത്തെ ഫോർ ലൂപ്പിൻ്റെ ലിമിറ്റും കൊടുക്കണം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അവിടെ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അസൈനിങ് 1 ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി. അല്ലാത്തതുകൊണ്ട് നോക്കുക, അവിടെ റോ ഇൻറ്റു കോളംസ് പ്ലസ് 1. കോളംസ് പ്ലസ് 1 എന്താ വരാൻ കാരണം, അതൊരു ഫോർ ലൂപ്പാണ് അല്ലേ. അടുത്തത് നോക്കുമ്പോൾ ഒരു അസൈനിങ് ആണ്. അസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലിമിറ്റ് നമ്മൾ നോക്കേണ്ട, അതിൻ്റെ മേലെയുള്ള സാധനം നമ്മൾ എന്താ ലിമിറ്റ് കൊടുത്ത് അത് ഇൻറ്റു 1. അപ്പോൾ റോസ് ഇൻറ്റു കോൾസ്. ഓക്കെ, രണ്ടിൻ്റെയും ലിമിറ്റുകൾ മാത്രം. ഇനി ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കിട്ടും. അത് ഫ്രീക്വൻസി കൗണ്ട് കിട്ടും. അതാണ് 2 റോസ് കോമ അല്ലെങ്കിൽ ഇൻറ്റു കോൾസ് പ്ലസ് 2 റോസ് പ്ലസ് 1. ഇതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.